ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല കിടിലനൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നല്ല പച്ച ചക്കച്ചുള, അത് എത്ര അളവാണോ നിങ്ങൾ എടുക്കുന്നത് അതിന് അനുസരിച്ച് മറ്റ് സാധനങ്ങൾ കൂടി എടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇത്രയും ഒരു 4/1 ചക്കയാണ് അടത്തി ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു സവോള, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, 1-2 പച്ചമുളക്. അതൊക്കെ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ രീതിയിൽ അതെടുക്കാവുന്നതാണ്. ഇവയെല്ലാം കൂടി ചോപ്പറിലിട്ട് ഞുറുക്കിയെടുക്കുകയോ അല്ല എങ്കിൽ നിങ്ങൾക്ക് കൊത്തി അരിഞ്ഞ് എടുക്കുകയോ ചെയ്യാവുന്നതാണ്. ചെറുതായിട്ട് പൊടി പൊടിയായി എടുക്കണമെന്ന് മാത്രം. ഇത്രയും റെഡിയായി കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യുന്നത് ഞുറുക്കി വെച്ചിരിക്കുന്ന ചക്കച്ചുളകളെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുക്കുക. നന്നായി അരച്ചെന്ന് പറയുമ്പോൾ കുറച്ച് കഷ്ണങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അതിൻ്റെ കുറേ ഭാഗങ്ങൾ അരഞ്ഞതും കുറച്ച് കഷ്ണങ്ങളായിട്ടുമാണ് നമുക്ക് കിട്ടുക. ആ രീതിയിൽ മാത്രം അരച്ചെടുത്താൽ മതി. എങ്കിൽ മാത്രമേ നമുക്കതിന് ആവശ്യമായൊരു പശപ്പും ഞുറുക്കും എല്ലാം കിട്ടുള്ളൂ. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ചുകൂടി ഞുറുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചോപ്പറിലേക്ക് കുറച്ച് ചക്ക കഷ്ണങ്ങളെ നമുക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായി പൊടി പൊടിയായി ഞുറുക്കിയെടുക്കാം. ചോപ്പർ ഇല്ലാത്തവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം എന്നൊന്നുമില്ല. ആ മിക്സിയിൽ തന്നെ നമ്മളിങ്ങ് അരച്ചെടുത്താൽ മതി. അപ്പം ഞുറുക്കും കിട്ടും, അരഞ്ഞതും കിട്ടും. ആ കണക്കിന് നിങ്ങൾ നോക്കി അത് ചെയ്താൽ മതി. ചോപ്പർ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. പക്ഷെ കൂടുതൽ പശപ്പ് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്ക് വടയായിട്ട് അത് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളിത് ആവശ്യമായിരിക്കുന്ന ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ലേശം ഇട്ട് കൊടുക്കുക. ഇത് വെളുത്ത ചക്ക ആയതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒതുക്കിയെടുത്തിരിക്കുന്ന ഇത് ചതച്ച് വേണമെങ്കിൽ എടുക്കാം, കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാ ചേരുവകളും കൂടി ഇട്ട് നന്നായി കുഴച്ച് പാകത്തിൽ എടുക്കുക. ഇതിൽ മൈദപ്പൊടിയോ ഒന്നും ചേർക്കേണ്ടതായിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ കുഴയ്ക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിന് പശപ്പ് കുറവാണ്. കാരണം ചില ചക്ക ഇങ്ങനെയാണ്, അത് നല്ല രീതിയിൽ പശപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഞുറുക്കിയിടുന്നത് കുറച്ചിട്ടാൽ മതി. അപ്പോൾ ബാക്കി മുഴുവനും നമ്മൾ മിക്സിയിൽ തന്നെ നന്നായിട്ടിങ്ങ് അരച്ചെടുത്താൽ മതി. അപ്പോൾ അതിൽ കിട്ടുന്ന ഞുറുക്ക് മാത്രം മതിയാവും. ഇപ്പോൾ ഞാൻ ഈ കുഴയ്ക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ പാകത്തിൽ വ്യത്യാസം കണ്ടോ? അപ്പോൾ ഇപ്പം നല്ല പശപ്പുണ്ട്, കാരണം ഞാൻ കുറച്ചുകൂടി ചക്ക അരച്ച് നന്നായിട്ട് ചേർത്തു ഈ കൂടെ. അപ്പോഴാണ് നമുക്ക് നല്ല പശപ്പ് കിട്ടിയത്. പക്ഷേ ചില ചക്കയ്ക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാണ് നമുക്കത് കുഴയ്ക്കുമ്പോൾ മനസ്സിലാകും, ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വട ഉണ്ടാക്കുന്നതിനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് കൈയൊക്കെ ഒന്ന് നന്നായി നനച്ച് ചക്ക അരച്ചത് നമ്മൾ ഉരുട്ടി എടുക്കാം കേട്ടോ. ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുത്ത് നമുക്കത് വടയാക്കാം. എണ്ണ ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, കാരണം എണ്ണ നമ്മൾ ഒരിക്കലും വേസ്റ്റാക്കി കളയാത്ത രീതിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കൂടുതൽ സമയം എടുക്കേണ്ടി വരും നമുക്ക് വടയാക്കി എടുക്കാൻ. എങ്കിലും എണ്ണ വെറുതെ നഷ്ടപ്പെടുത്തണ്ട, പിന്നെ പഴകിയ എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും വേണ്ട.
അപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി വടയാണ് നമ്മുടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എല്ലാവരും ഇത് കഴിക്കുക, വയറ് നിറയെ കഴിക്കും കേട്ടോ. പ്ലാവുകൾ പലതരം പോലെ തന്നെ ചക്കകളും പലതരമായിരിക്കും അല്ലേ. ചില പ്ലാവിൻ്റെ ചക്കകൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിരിക്കും. അതായത് ഒട്ടും വെള്ളം കുടിക്കാത്ത നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ചക്കച്ചോളയായിരിക്കും. അതാണെങ്കിൽ വളരെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ചിലത് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്ന ചക്കയാണെങ്കിൽ അതിന് കുറച്ചൊരു വ്യത്യാസമൊക്കെ തോന്നും. എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മളത് രണ്ടും ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ തോന്നുമെന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും കിടിലൻ സംഭവമാണ്. പിള്ളേരൊക്കെ ഇത് കഴിക്കാത്ത പിള്ളേരും ഒക്കെ തന്നെ ഇങ്ങനെ തന്നെ കഴിച്ചോളും. അതാണ് ഇതിൻ്റെ ഒരു രഹസ്യം. അപ്പോൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ അല്ല എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും മറക്കരുതേ. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എൻ്റെ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പം നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾക്കായി ഞാൻ കാത്തിരിക്കും. അപ്പോൾ എൻ്റെ മറ്റു വീഡിയോകളുമായി ഞാൻ ഇനി വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.